ഡ്രസ് വർക്കിന്റെ എൻഡിൽ തൂവാല വെച്ചിരിക്കുകയാണെങ്കിൽ കാണാൻ അത് വേറെ ലെവൽ തന്നെ കേട്ടോ. ഈ സൈറ്റിൽ വിരിക്കുന്ന ഓട് മണ്ണിന്റെ ഏറ്റപ്പാത്തി പഴയ ഓടാണ്. 2 ചാല് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓട് കേകി വൃത്തിയാക്കിയിട്ട് ചോപ്പ് പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓടിന്റെ ബാക്ക് സൈഡിലും ചോപ്പ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ ലാഭം ഉണ്ടാവുമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പണി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പുറം സൈഡിൽ കാണുന്ന ഇതേ ഫിനിഷിങ് അടിക്ക് കാണാൻ പറ്റും. ചങ്ങായിമാരെ ഒരു സൂപ്പർ കണ്ടന്റ് കാണിച്ചു തരാൻ വേണ്ടി പോണ്. കണ്ടിരിക്കുക, നഷ്ടം എന്തായാലും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പം നമ്മളെ നാട്ടിൽ മഴക്കാലം തുടങ്ങിയ സ്ഥിതിക്ക് കൂലിപ്പണിയിലെ ട്രെൻഡ് എന്താ വെച്ചാൽ ഓടിൻ്റെ വർക്ക് തന്നെയാണ്. ഒരുപാട് ഓടി വിരിച്ച വീടുകൾക്ക് ലീക്ക് വന്നിട്ടുണ്ട്. ഹൈറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെയൊക്കെ ലീക്ക് തീർക്കുന്നതിൻ്റെ വീഡിയോകൾ ഇതിൻ്റെ ബാക്കിൽ വന്നുകൊണ്ടേ നിൽക്കും. കൂടെ നിന്നുവിളി. അപ്പോൾ ഈ സൈറ്റിലത്തെ ക്ലൈൻറ്റ് ഞങ്ങൾ ഏൽപ്പിച്ച ഇവിടുത്തെ വർക്ക് എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ അപ്സ്റ്റെയർത്തെ റൂഫ് പഴയ പട്ടിക കൗക്കോല കടിച്ച മരത്തിൻ്റെ കൂട്ടായിരുന്നു. മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ അവിടുന്ന് ഒഴിവാക്കിയിട്ട് ഇരുമ്പിൻ്റെ നല്ല ചെരിവുള്ള കൂട്ട് കയറ്റിയിട്ടുണ്ട്. സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് സൂപ്പറാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഓടി വിരിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഈ സൈറ്റത്തെ A to Z വിഷ്വൽസ് ആണ് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഓക്കെ, സെറ്റ്. ഓടുംപുറത്ത് കയറുന്നതിൻ്റെ മുമ്പ് ചെറുമട്ടത്തിൽ ഈ വീടൊന്ന് പരിചയപ്പെടുത്തി തരാട്ടോ. അതായത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ വീടുകൾ നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ടായിരുന്നു. പല ആൾക്കാർക്കും ആ വീടിനൊരു സൗകര്യക്കുറവ് ഇല്ല, ഒരു കുഴപ്പമില്ലാത്ത വീടായിട്ട് പോലും സ്റ്റൈൽ കുറവാന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ പൊളിച്ചുകാണ്ട് വാർപ്പാക്കി. ഇപ്പം ഇന്നത്തെ കാലത്ത് കുറേ എഞ്ചിനീയേഴ്സ് വീണ്ടും ഇതേപോലത്തെ വീടനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആ മണ്ണിൻ്റെ ആംബിയൻസ് ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ വീടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പൊളിക്കരുത്. വീട് എന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാനാണ്, ആൾക്കാരെ കാണിക്കാനല്ല. പൊളിച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ പുതിയൊരു വീട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വിചാരിച്ച മാതിരിയൊന്നുമല്ല, കണ്ടമാനം പൈസ കൊണ്ട് പോയി കിട്ടും. അപ്പോൾ ലൈഫിൽ എപ്പോഴും വേണ്ട എന്താണെന്നറിയോ, ടെൻഷൻ ഇല്ലാത്ത ജീവിതമാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ വീടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ മുറ്റത്തിനെക്കാട്ടിയും 1 മീറ്ററോളം പൊന്തിയിട്ടാണ് മുമ്പത്തെ പറമ്പ് നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ചെങ്കലിനോട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. മുറ്റത്ത് മൊത്തമായിട്ട് ഇൻ്റർലോക്ക് വിരിച്ചിട്ടുണ്ട്, സെറ്റ്. പിന്നെയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ തറൻ്റെ പുറത്തേക്ക് ഒരു തിണ്ടുണ്ട്, പഴയ മോഡൽ ചോപ്പ് കാവി കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് വെറൈറ്റിയാണ്. അതേപോലെ തന്നെ ഒരു എൽ ഷേപ്പ് ചാരുപടി, അതിൻ്റെ മുകളിൽ മരത്തിന് 2 ഫില്ലർ, ഫ്ലോറിൽ മൊത്തമായിട്ട് കറുത്ത കാവി, വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ കറുത്ത കാവിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ മുകളിൽ മൊത്തമായിട്ട് ടൈൽസ് ഒട്ടിച്ചുകൂടാ ക്ലൈൻറ്റിന് എന്നുള്ളത്. ക്ലൈൻറ്റ് ടൈൽസ് ഒട്ടിക്കില്ല, ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ നേക്ക് പോയി. മൂപ്പര് മൊത്തമായിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച് നിൽക്കുകയാണ് നമ്മളെ വർക്ക് കഴിഞ്ഞിട്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള പഴയ മോഡൽ സ്റ്റെയറാണ് കാണുന്നത്. അത്യാവശ്യം ചെരിവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്സ്റ്റെയറിലെ എന്താണ് മച്ചാണ് കാണുന്നത്. മൊത്തത്തിലൊരു വെറൈറ്റി വീട്. ഇന്നലത്തെ മയക്കതിക്ക് വെള്ളം വന്നോ? ആ പാറ്റിലുണ്ടാവും അല്ലേ? എനിക്കറിയില്ലല്ലോ അവനെ. ജി അറിഞ്ഞ മൊബൈലെ കൊടച്ച് അരെ ആണ്ട അങ്ങനെ വേണ്ട, മുന്നേ കയറും എന്നായിക്കോട്ടെ കയറിക്കോ. പരക്കെ കയറുന്ന 4 ഭാഗത്ത് എല്ലാവരും ഇതിന്റെ കൗമക്കി. അപ്പനെ ഏത് സമയം 9 ആയപ്പോത്തിനും ഓ മുന്നേ ശ്രദ്ധിക്കണം കേട്ടോ. ആ അവിടെ കുറച്ച് വെള്ളം ലീക്ക് ആയിട്ടുണ്ട്. അവിടെ എൻ്റെ കയ്യിൻ്റെ അടുത്ത് നോക്കിയാ കണ്ടോ? ദാർപ്പായി വെൽഡിങ്ങാര് കെട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല ദമ്മ് കെട്ടി ചെയ്തിട്ട് അറിയാം. കിണറിലേ വെള്ളം വറ്റിച്ചിട്ടില്ലാതെ നിൽക്കണ്ടെന്ന്. ആ ഇപ്പോഴാണ് പേരൻ്റെ ഔത്തൊക്കെ ഒരു വെളിച്ചമായത് കേട്ടോ. ഏത് ഓരോ ക്ലൈൻറ്റിനെ ഹാപ്പി ആക്കുക, അതാണ് നമ്മുടെ ടാർഗറ്റ്. മുന്നേ വേറിട്ടാ ഞാൻ മൂലയിലുമ്പോഴേ കയറുണ്ടാവുള്ളൂ. കഴിച്ചിട്ടാണെങ്കിൽ തീരുന്നില്ല അറിയാം. ഡ്രസ്സിൻ്റെ സൈഡിലൊക്കെ തൂവാല കൊടുത്തിട്ടുണ്ടേ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ട്രഡീഷണൽ ഹോമാണ്. നീ എന്താ ചെയ്യേണ്ടിന്നറിയോ? ഓയ് കാരണമല്ലേ ആ ഓട് മൊത്തം പാസ് ചെയ്ത് കണ്ടായാലും എങ്ങനെ കാട്ടി കൂട്ടിയിട്ടായാലും വണ്ടിയിൽ ഇവിടെ എത്തണം. ആ പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധനമായി ഇരിക്കുള്ളൂ. ഡ്രസ്സിൻ്റെ എൻഡിൽ തൂവാല കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക സ്റ്റൈലിൽ ഡ്രസ്സിന് കൊടുക്കുന്നുണ്ടേനും ഒക്കെ ഉള്ളു കേട്ടോ. ഏതൊരു പണിസ്ഥലത്ത് നിന്ന് ഫസ്റ്റ് ഒരു കാലിച്ചായ അത് കുടിച്ചിക്കുകയാണെങ്കിൽ പണി ഫടാഫടി. അല്ല എങ്ങനെ പ്ലാനിങ്?
ഒരു സൈഡ് ആദ്യം വിരിക്കുക. ഓക്കെ, ഒരു സൈഡ് വിരിച്ചിട്ട് അപ്പുറം സൈഡ് വിരിച്ചാണ്ട് ഇങ്ങനെ മൂല ഇങ്ങനെ കെട്ടി കയറ്റുക. മറ്റേത് നമ്മൾ നടത്തൂല, ഓട് പാസ് ചെയ്യാനോ ഇതിന് പാസ് ചെയ്യാനോ എങ്ങനെയാലും കുഴപ്പമില്ല, എങ്ങനെയാലും കുഴപ്പമില്ല. ഇവിടുത്തെ മുതലാളിക്ക് ഇതിന്റെ മുകളിൽ ഓടായാൽ മതി. അത് നേക്കിലാവണം, വൃത്തിയാവണം. കാണുമ്പോ ഒരു ബട്ടല്ലേ എൻ്റെ അഭിപ്രായത്തില് ഒരു മൂലമേൽ എങ്ങനെയാണെന്നറിയോ, കറക്റ്റ് 10 മൂലോടെ വരും, 10 വരും, അത്ര ഉണ്ടാവുള്ളൂ. സംഭവം മൂലക്ക് ഒരേ അളവല്ലേ. മുക്കാലിൻ്റെ പൈപ്പാണ്, സ്ക്വയർ പൈപ്പാണ് പട്ടികയായിട്ട് കൊടുത്തിട്ടുണ്ടത്. ഇതാണ് മൂന്തായം. ഏതാ സെറ്റപ്പ്, പേരാറിന വേറെ ലെവലാട്ടോ. ടാർപ്പായി മൊത്തം ഊരി കഴിഞ്ഞപ്പോൾ സ്ട്രക്ചർ മൊത്തം സൂപ്പറായിട്ട് കാണുന്നുണ്ട്. അപ്സ്റ്റെയറിൽ ഒരു ബെഡ്റൂം അവിടെ ഉണ്ട്, ഒരു ബെഡ്റൂം. ഇത് കോണിക്കൂട്. മതി. ഈ ചുമരിട്ട് കണ്ട് ഈ ചുമര് വരെ 3 മീറ്റർ ഉണ്ടെങ്കിൽ അതേ 3 മീറ്റർ ഇവിടെ ഉണ്ട്, അതേ 3 മീറ്റർ അവിടെ ഉണ്ട്. പിന്നെ വീതിയെല്ലാം ഒരേ സെറ്റപ്പ് തന്നെയാണ്. എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോട്ടോ. ഇനി ഓട് കയറ്റി വിരിച്ച് മൂല കെട്ടി സെറ്റപ്പ് ആക്കണം. ഇന്നലെ നടന്നാലോ കേട്ടോ പണി, ഇന്നലെ നടന്നാലോ പണി, ഇന്ന് നടക്കാനുള്ള പണി. മുന്നേ സ്റ്റാർ വയ്ക്കാനി അടിക്ക് പോ ഇറങ്ങാറുള്ള ബുദ്ധിമുട്ടനാണ്. ഓക്കെ, കീള എത്തിർക്ക് ഓരോ ഇവിടെ ചാടാൻ പറ്റില്ല. ചാടി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തരിച്ചൊരൊച്ച കേൾക്കും. അതിൻ്റെ മെയിൻ കാരണം കുരുടീസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് കണ്ട് കാവിട്ടതാണിത്. ചായ എന്താ ചാ പൊട്ടിക്കല്ലേ എന്നോ അന്ന് കുറച്ചുണ്ട്, അരമണിക്കൂറിന് വരാം. നിങ്ങളെ കള്ളപ്പണിയൊന്നും നടക്കൂല കേട്ടോ. നോക്കി നിങ്ങളെ തരികിടി എന്തൊന്നും നടക്കൂല. ഓട് വാങ്ങാൻ അങ്ങോട്ട് കയറ്റി വിടുക കേട്ടോ. അണ്ട് മോളിക്കാണ്ട് പോയിക്കോട്ടെ കേട്ടോ. ഓടായിണോ ഓടായിണോ ഓ ഇവിടെ ഓടായിന് കേട്ടോ. ഇവിടെ ഓടായിന്, ഇവിടെ ആവണുള്ളൂ. ഇപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കട്ടിൽ നിറഞ്ഞു ഓടായി. അയ്യോ ഓട് കട്ടിൽ പൊട്ടുവോ ദിവ്യ? ഇത് കട്ടിൽ പൊട്ടുവോ? പുതിയ കട്ടിലാ? പൊട്ടിക്കാനുള്ള പ്ലാനറ്റ് ഉണ്ടോ? ഈ വീടിൻ്റെ ഈ കാണുന്ന ഇരുമ്പ് കൂട്ട്, അതായത് ഡ്രസ്സിൻ്റെ സ്ട്രക്ചർ വർക്ക് ഇവിടുത്തെ ബിൽഡിങ്ങുകാർ ഏതൊക്കെ പൈപ്പ് വെച്ചുകൊണ്ടാണ് സെറ്റപ്പ് ആക്കി എന്നുള്ളത് പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. ഇത് പുറംമാറി കെട്ടാണ്, വീടിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഓക്കെ അല്ലേ? ഈ കെട്ടിൻ്റെ പുറത്തേക്ക് വരുന്ന പട്ടികകൾ 3/4, 1, 2, 3, 4 കെട്ടിൻ്റെ ഉള്ളിലേക്ക്, റൂമിൻ്റെ ഉള്ളിലേക്ക് വരുന്നത് 3/4 1, 2, 3, 4, 5, അതായത് 9 വരി ഓടുകൂടെ വിരിക്കാണ്ട്. പിന്നെ കൗക്കോല് കൊടുത്തിട്ടുണ്ടത് 1:3. സംഭവം സെറ്റാണ്. പിന്നെ ഈ കൗക്കോല് ടു ഈ കൗക്കോല് വരെയുള്ള ഡിസ്റ്റൻസ് 70 സെൻറ്റിയാണ്. സംഭവം കണ്ടെടുത്ത സാറല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ തിലാം എന്ന് പറഞ്ഞാൽ കെട്ടുമ്പോൾ കൂടെ പോയ മെയിൻ ഫ്രെയിം ഉണ്ടല്ലോ, 1.5-3, 1.5-2 തോന്നുന്നത്. സംഭവം എന്തായാലും ദമ്മാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 3 സൈഡ് മൊത്തമായിട്ട് തൂവാല കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് നേരെ ഓപ്പോസിറ്റ് സൈഡ്, ഫ്രണ്ട് സൈഡ് ഇവിടെ കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ബാക്ക് സൈഡാണ്. ഈ ഡ്രസ്സിന് ഓടി ഇരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാത്തി കൊടുത്തിട്ടേ ഇല്ല. അതിൻ്റെ ആവശ്യം ക്ലൈൻറ്റിനില്ല. പാത്തി കൊടുത്താൽ ആ തൂവാലിൻ്റെ വൃത്തി നഷ്ടപ്പെടും. എന്തായാലും സൂപ്പർ ദമ്മ്, നല്ല ഉറപ്പുള്ള സ്ട്രക്ചറാണിത്. അപ്പോൾ തുടങ്ങാം കേട്ടോ. ഒരു ഓടിങ്ങനെ വെച്ച് അടുത്ത ഓടിങ്ങനെ വെച്ചിട്ട് ഈ ഓടിൻ്റെ ഊരി ഇതാ അതന്നെ കണക്ക്. ഇവിടെ ചെരിവ് കൂടുതലാട്ടോ. നമ്മൾ ഇന്നാൾ പറഞ്ഞ മാതിരി സെറാമിക്കോട് വിരിക്കണ മാതിരി ആണി കുത്തേണ്ടി വരുമോ? കാരണം അല്ലേ സെറാമിക്കോട് ഇരിക്കണ മാതിരി ആണി അടിക്കണോ? ഫ്രണ്ടിൽ വൈകുക 3 സൈഡിക്കും ഏത് ലോക്കലോടും പോവും, ഏത് പൊട്ട് നോക്കിയാൽ മതി. പക്ഷേ ഫ്രണ്ടിലേക്ക് ഇരിക്കുമ്പോൾ ഈ ഗാഡില്ലേ, ഏത് ഈ കുറ്റി 2 ഓട് മാത്രമേ ഫ്രണ്ട് സൈഡിൽ വെക്കാൻ പാടുള്ളൂ. എന്തിനാണെന്നറിയോ? മറ്റെന്താ പറയുക, അവിടെ ഒരൊറ്റ കുറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ഒരു പൊത്ത അവിടുന്ന് കാണും, ബോറൗട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ശ്രദ്ധിക്കാതെ പണിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ നിന്ന് ഊരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്
ആ പടാപ്പടെ 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 ഓടിപ്പോൾ ഇരിച്ചും. നെക്സ്റ്റ് 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 എങ്ങോട്ടില്ല. ആരും ഓടുമെന്ന് താഴത്തേക്ക് പോരുത്. ഓടുവിരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നേക്കാണ്. അത് കുഴപ്പമില്ല, ഈ ഭാഗത്ത് കുഴപ്പമില്ല, ആരും അറിയില്ലല്ലോ, അവിടെ പറമ്പല്ലേ. ആ സൈഡ് ഇപ്പോൾ 3 വരെയില്ലേ ബാക്ക് സൈഡിൽ, അവിടെ ഫുള്ളായി ഈ സൈഡും. ഇനി അവിടെ നിൽക്കട്ടെ, എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഒരു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്ത് 1/2 മണിക്കൂർ മതി ഈ സൈഡ് മൊത്തം നല്ലോടെ ചേർന്ന് ഇരിക്കുക. ഓരോ ഓട് വാങ്ങുമ്പോൾ നോക്കണം നിങ്ങൾ, പൊട്ടി ക്രാക്ക് അതേപോലെ ഗാഡി നോക്കേണ്ടതാ. ഇതിനിപ്പോൾ ഗാഡി ഇല്ല ഉണ്ടോ, എല്ലാവരും നോക്കിയിട്ട് തരിക. ഗാഡി ഇല്ലാത്ത ഓട് അവിടെ നിന്ന് ഗ്യാപ്പ് കാണൂടാ. ഇതൊക്കെ കാണിച്ചാൽ ആ മൂലയ്ക്ക് പോകും. എന്നാ വരി വരി വരി. ആദ്യം ഫസ്റ്റ് 2 ഓട് ഇങ്ങനെ വെക്കും. അപ്പം മൂല കട്ടി കിട്ടും. ഇത് കൊളുത്തി നോക്കട്ടോ. റെഡി. ഇനി ഒന്നും നോക്കണ്ട. കണ്ടില്ലേ, ഓടി വിരി എന്നൊരു കലയാണ്. അത് കുതിര അടിച്ചിട്ട് കൊലപാതകമാക്കിയാണ്. എനിക്ക് അത്ര പറയുള്ളൂ. നിൽക്കുക ലൈനേ തെറ്റല്ലോ, ഒരേപോലെ വന്നോട്ടെ. ഓടി വിരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മുകളിൽ നിന്ന് കണ്ട വിരിക്കേണ്ടി, അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ സ്ട്രൈറ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഇങ്ങനെ ഒരു വരി ഇങ്ങനെക്കും ഒരു വരി ഇങ്ങനെക്കും അങ്ങനെ ആവാൻ പാടില്ല. പഴയ ഓടാണ്, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. ഇത് മിക്സഡ് കമ്പനിയാണോ? ഒക്കെ ഒരു കമ്പനി തന്നെയല്ലേ? അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ ഒരേ വീതി ഉണ്ടാവും. ആ മിക്സഡ് കമ്പനി ആകുമ്പോൾ എന്താ കുഴപ്പമെന്ന് അറിയോ? എന്താ ഉണ്ടാവുക, വീതിക്ക് വ്യത്യാസം ഉണ്ടാവും, ഹൈറ്റിന് വ്യത്യാസം ഉണ്ടാവും. വലിയ ഏരിയയിലൊക്കെ മിക്സഡ് ഓട് വെച്ച് കണ്ട് വിരിച്ച് തീർക്കുന്ന ഭയങ്കര ടെക്നിക്ക് തന്നെയാണ് ഓണം. ഒക്കെ നമ്മൾ സെറ്റാക്കി തരും. എല്ലാത്തിനും ഇവിടെ സൊല്യൂഷൻ ഉണ്ട്. ഓട് പൊന്തണില്ല കേട്ടോ. ഏതേ ഈ ഓട് മങ്കുണ്ണിയാ. സുറ 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 സുറ. കാരണം അല്ലേ ഇടയ്ക്കിടയ്ക്ക് ചൊറിയനോട് വരുന്നുണ്ടേ, അത് നമുക്ക് മനസ്സിലാവില്ല. നിങ്ങൾ നോക്കണേ, ചൊറിഞ്ചായ ഓട് അങ്ങനെ പൊന്തിക്കുണ്ടെങ്കിൽ ഈ ലോക്ക് നോക്കണം കേട്ടോ. ഇങ്ങനെ ഒന്ന് തല താത്തി വയ്ക്കാൻ മതി, അപ്പോൾ കറക്റ്റ് മനസ്സിലാവും. ആ പറ്റ ആ ലൈനൊക്കെ സെറ്റാണ്. ആ പറ്റ നമ്മൾ ഫടാഫടാക്കി കഴിഞ്ഞാൽ വേറെ ലെവലല്ല. ആ പറ്റ എടാ ആ തുഞ്ച പൊട്ടിയൊന്നും എടുക്കല്ലേ, ഫ്രണ്ട് ഏരിയ അല്ലേ. കാരണം അല്ലേ നിങ്ങൾ നേരത്തെ ചായ തന്നില്ലേ, ആ ചായക്ക് നേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ പണി നിങ്ങളെന്നെ ശ്രദ്ധിക്കണം. അല്ല നേക്കുണ്ടാവില്ല കേട്ടോ, ആദ്യം പറഞ്ഞുതരാണ്. പിന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആളില്ലാത്ത പേരൊക്കെ ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്ന അറിയോ, ഒരാളെ ഇറക്കി അവിടെ നിർത്തും. ഇവിടെ ഇപ്പം നിങ്ങളുണ്ടല്ലോ സെറ്റ്. ഏതാ ലൈന്, ഏതാ പണി, സുധിയേട്ടൻ വന്നാൽ നട്ടണം. ഓട് ഇവിടെ വെച്ച് ഞാൻ അടുത്തോടെ നമുക്കൊരു ചിന്ന പീസാണ് വേണ്ടത്. 2 കുത്തിട്ട് ആ കട്ടിങ്. പോയോ? അതാണ് ഈ പണീൻ്റെ ഏറ്റവും വലിയ റിസ്ക് പറഞ്ഞാൽ. അത്രയും ചെരിവാണ്. കുഴപ്പമില്ല, ഒക്കെ ശരിയാക്കാം. 1-2 ഓട് പോയാലും കുഴപ്പമില്ല, നമുക്ക് പണി ഇരുന്നാൽ മതി. 1-2 ഓട് പൊട്ടിയോണ്ടല്ല, ഇവിടെയൊക്കെ സീലിംഗ് ഓട് അടിയിലുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ മൂലൊക്കെ സിമെൻ്റ് വെക്കാത്തതുകൊണ്ടേ പേടിക്കാനില്ല. സീലിങ്ങിൻ്റെ ഓട് കണ്ടു തുടങ്ങിയണേ. നേരത്തെ വീണ ആ പീസില്ലേ, മുകളിൽ നിന്ന് വീണ പീസ് കാരനെ 2-3 ഓട് പൊട്ടിയറിയാം. അത് നോക്കിയാണി. ആ ഇനി കുറച്ച് കയറ് വേണം കേട്ടോ. ഓടും പുറത്ത് കൂടെയാണ് കോണി കൊണ്ടു നടക്കണത്. ഇതൊക്കെയാണ് ഓരോ പണി ഏറ്റാനുള്ള റിസ്കുകൾ. പണി ഏറ്റാലുള്ള റിസ്കുകളാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അതായത് താമസിക്കുന്ന വീടാണ്. അടിയിലൊന്നും ഓടി വിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പല കളികളും കളിക്കാണ്ട് ഇതേപോലെ തന്നെ. പക്ഷേ താഴത്തെ ഓടൊക്കെ വിരിച്ച് ഉഷാറാക്കിയ സ്ഥിതിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ട ആവശ്യം വരികയാണ്. ഇപ്പം നമ്മളെപ്പോഴും പറയണ മാതിരി തന്നെ ഓരോ സൈറ്റിലും ഓരോ ടൈപ്പ് തരികിടകൾ. അപ്പോൾ കോണിക്ക് ഓവർ വെയിറ്റ് കൊടുക്കാത്ത കോലത്തിൽ, അതായത് ഓടുമ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഓടുമ്പത്തര കളി, കോണി സപ്പോർട്ട് മാത്രം. മോനെ
ഹാർഡ് വർക്കാട്ടെ. കാരണം അല്ലേ നിങ്ങൾക്കും വണ്ടിയാ ഓ ശ്രദ്ധിക്കാത്ത കളികളില്ലല്ലോ. നമ്മളെ പരിപാടിനെ ശ്രദ്ധ വിട്ടുള്ള ഒന്നുമില്ല. ഞാൻ ചവിട്ടിയോടെ തന്നെ കുറേ മഴ കഴിഞ്ഞോണ്. അവിടെ നിന്നിട്ട് കളിക്കാന്ന് വെച്ചാൽ ഇതുണ്ടാ സിമെന്റ് ഉണ്ടാ ഞാൻ ഇതാക്കി തരാം. ഇത് വെച്ചില്ല ഇവിടെ കാണിച്ചു തരാം. അയ്യോ കുടുങ്ങൂല. കട്ടിങ് ഉണ്ടല്ലേ? കട്ടിങ് ഉണ്ട്. ഈ മൂലി ആ മൂലി അതേപോലെ ആ മൂലി ബാക്കി സിമെന്റ് സെറ്റപ്പ് ആക്കാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? റെഡി സെറ്റ്. ഓയ് സാധനം വരണ്ട. ലാസ്റ്റ് മൂലാണ്. ഒന്ന് കട്ട് ചെയ്താളി. 5:30 മണിയിടും. പലതരം മൂലോട് വെച്ചാല് എങ്ങനെയായാലും ചായ ഇറങ്ങിയിട്ടേ തരുള്ളൂ. അതുകൊണ്ട് കൊറേ നേരം അവിടെ നിൽക്കല് വെള്ളമില്ല. അവിടെ ഓട്ടാക്കിട്ടാ പോകുന്നില്ലേ? ബെടാ മേസ്രി, ചിന്ന മേസ്രി, കുരും മേസ്രി, കൊത്തനാർ. മൂലട്ടർ എൻ്റെ ആശാൻ്റെ അടുത്ത് നിന്ന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എനിക്കൊരു നല്ലൊരു ആശാണ്ട്. ആശാൻ്റെ പേരാണ് അബ്ദുൽ ലത്തീഫ്. ആശാൻ്റെ അടുത്ത് നിന്ന് പഠിച്ച അടവുകളാണ് ഇതൊക്കെ. ഒരു പണി അറിയാതെ സെറാമിക്കോട് വിരിക്കാൻ പോയി. ഓർമ്മയില്ലേ? 10 വട്ടം ഊരി വിരിച്ച്. എങ്ങനെ പഠിക്കലെന്നറിയോ? നമുക്ക് താല്പര്യം ഉണ്ടാവുക എന്നുള്ളതിനാണ് പഠിപ്പിന്റെ ഫസ്റ്റ് ഭാഗം. താല്പര്യം ഉണ്ടെങ്കിൽ പൗതി പഠിച്ചു കഴിഞ്ഞ് ബാക്കി പൗതിയാണ് പ്രാക്ടിക്കല്. ഇതൊക്കെയാണ് ഓടും പുറത്തെ വിശേഷങ്ങൾ. നല്ല ചെരിവുള്ള ഈ ഇരുമ്പിന്റെ കൂട്ടിന്റെ മുകളിൽ 2 ദിവസം കൊണ്ട് എല്ലാ പരിപാടിയും തീർത്ത് സെറ്റപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട്. പണി കഴിഞ്ഞപ്പോൾ തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ക്ലൈൻറ്റും ഫാമിലിയൊക്കെ മൊത്തം വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം ഇനി പുതിയ സൈറ്റിൽ കാണാം നെക്സ്റ്റ് വീഡിയോ ആയിട്ട്. ഓക്കെ, സെറ്റ്.